ദാമ്പത്യം. രചന, അവതരണം മൈഥിലി മിത്ര. ഭാഗം 11. മോളെ ശ്രദ്ധിച്ചു പോകേട്ടോ. എടാ അഭി, നിന്നോട് കൂടിയാണ് ഞാൻ പറയുന്നത്. രാധ സിറ്റൗട്ടിൽ നിൽക്കുന്ന മകനെയും മരുമകളെയും കരുത്തലോടെ ശാസിച്ചു. ഞാൻ പറഞ്ഞതല്ലേ അമ്മയോട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാമെന്ന്. എന്നിട്ടിപ്പോൾ നിന്ന് ടെൻഷൻ അടിക്കുന്നു. നീലിമ പരിഭവിച്ചു, ചുണ്ടു കൂർപ്പിച്ചു പിടിച്ചുകൊണ്ട്. ആകെപ്പാട് ഈ ഒരു വെക്കേഷൻ്റെ ടൈമിലാണ് നീ എന്നിത്തിരി ഫ്രീ ആവുന്നത് തന്നെ. അപ്പോഴെങ്കിലും കുറച്ചുനാൾ സമാധാനത്തോടെ സ്വന്തം വീട്ടിൽ പോയി നിന്നോട്ടെ എന്ന് ഞാൻ കരുതിയപ്പോൾ പെണ്ണിന് അഹങ്കാരം. അവർ കളിയായി നീലിമയുടെ കയ്യിൽ ഒരു കുഞ്ഞടി വെച്ചു കൊടുത്തു. അവക്കറിയാൻ മേലാത്ത നാടൊന്നുമല്ലല്ലോ. നീ എന്തിനാ ഭാര്യ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? വിശ്വത്തിന് അമ്മായിയമ്മയുടെയും മരുമകളുടെയും സ്നേഹം കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു പോയിരുന്നു. ടെൻഷനൊന്നുമില്ല വിശ്വാസിട്ടാ. അബി മീറ്റിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി പോകുമ്പോൾ നീലിമ അവിടെ ഒറ്റയ്ക്കാവില്ലേ? അതോർത്തപ്പോൾ ചെറിയൊരു സങ്കടം. അവർ പൊടുന്നനെ പുഞ്ചിരിച്ചു. അഭിയുടെ തിരക്കുകളൊക്കെ കഴിയുന്നിടം വരെ മോള് വീട്ടിൽ പോയി നിന്നോട്ടെ. നമ്മുടെ ഫ്ലാറ്റിൽ അവളെ ഒറ്റയ്ക്ക് നിർത്തണ്ട. നിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നീ അങ്ങോട്ടേക്ക് ചെന്നേച്ചാൽ മതി. വിശ്വം എല്ലാം തീരുമാനിച്ചതുപോലെ തൻ്റെ അഭിപ്രായം പറഞ്ഞു നിർത്തി. ശരിയച്ചാ. അഭി സമ്മതത്തോടു കൂടി തലയാട്ടി. നീലു ആൻറ്റി. പൊടുന്നനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവരുടെ സംസാരം അവിടെ മുറിഞ്ഞത്. തത്തപ്പെണ്ണേ. ദേവിയുടെ കയ്യിൽ തൂങ്ങി ഉമ്മറത്തേക്ക് കയറി വന്ന കുഞ്ഞിനെ നീലിമ ഒട്ടൊരു വാത്സല്യത്തോടെ നോക്കി നിന്നു. പെണ്ണ് അരികിലേക്ക് വന്നതും അവൾ ആ കുഞ്ഞിനെ ഒട്ടൊരു ചിരിയോടെ എടുത്തു പൊക്കി. ആൻറ്റി, ഡൽഹി പോയിട്ട് എപ്പോൾ വരും? ഉണ്ട കവളൊക്കെ വീർപ്പിച്ചു വെച്ചുകൊണ്ട് പെണ്ണ് ഒട്ടൊരു പരിഭവത്തോടു കൂടിയാണ് അത് തിരക്കിയത്. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ആൻറ്റി ഇങ്ങ് വരവല്ലേ? അവൾ ആ കുഞ്ഞിനെ ഇരു കൈകളാലും നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. അത്രയും നാളും മോക്ക് ആൻറ്റിയെ മിസ് ചെയ്യൂല്ലോ. അവൾ പറഞ്ഞതുപോലെ തന്നെ കൊഞ്ചിക്കൊണ്ട് പെണ്ണ് വീണ്ടും പറഞ്ഞു. ആൻറ്റി പെട്ടെന്ന് വരാടാ. തത്തയുടെ സങ്കടവും ആ മുഖം വീർപ്പിച്ചുള്ള ഇരിപ്പും ഒക്കെ കൂടി കണ്ടപ്പോൾ നീലിമയ്ക്ക് പെട്ടെന്ന് വല്ലാണ്ടായി. അവൾ ആ കുഞ്ഞിൻ്റെ കവിളിൽ ഒരുപാട് പ്രാവശ്യം ചുണ്ടുകൾ പതിപ്പിച്ചു. വേം വരണേ. തത്തപ്പെണ്ണ് തിരിച്ചു ഒരു കുഞ്ഞുമ്മ കൊടുത്തതിന് ശേഷം അവളെ ഓർമ്മിപ്പിച്ചു. പിന്നെ വരാതെ. എൻ്റെ കുഞ്ഞാവ് ഇവിടെ തന്നെ നോക്കിയിരിക്കുവാന്ന് എനിക്കറിയില്ലേ. പിന്നെ വരുമ്പോഴേ ഞാൻ എൻ്റെ മോക്ക് വേണ്ടി കുറേ ചോക്ലേറ്റ്സ് കൊണ്ടുവരാമല്ലോ. നീലിമയ്ക്ക് അവളെ പുന്നരിച്ചിട്ട് കൊതി തീരുന്നുണ്ടായിരുന്നില്ല. നീ ഇങ്ങനെ നിന്ന ഫ്ലൈറ്റ് പോകും നീലിമേ, വേഗം വാ. കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിൽക്കുന്നവളെ കണ്ടപ്പോൾ അബിയുടെ ഹൃദയത്തിൽ ചോര പൊടിയുന്നത് പോലെ തോന്നി. അവൻ വെപ്രാളത്തോടെ കാറിലേക്ക് കയറാൻ എന്നവണ്ണം ധൃതി കൂട്ടി. അറിയാം, ഒരു കുഞ്ഞിനെ നീലിമ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ആ സങ്കടം മറക്കാൻ വേണ്ടി തന്നെയാണ് സ്കൂളിൽ പഠിപ്പിക്കാൻ പൊയ്ക്കോട്ടെ എന്നവൾ ചോദിച്ചപ്പോൾ അതിന് താൻ അനുവദിച്ചതുപോലും. അവിടെയുള്ള കുട്ടികളോട് ഇടപെടുമ്പോൾ പെണ്ണിൻ്റെ വിഷമങ്ങൾ കുറച്ചെങ്കിലും കുറയുമല്ലോ എന്നോർത്തു. എങ്കിലും രാത്രിയാവുമ്പോൾ അവളുടെ കണ്ണുനീർ എന്നും തൻ്റെ നെഞ്ചിനെ നനയിക്കാറുണ്ടെന്നത് മറ്റൊരു സത്യം. അവൻ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കൊണ്ട് സിറ്റൗട്ടിൽ നിൽക്കുന്നവളെ സങ്കടത്തോടെയൊന്ന് പാളി നോക്കി. പോയി വരാം കേട്ടടി നങ്ങേലിപ്പാറു. അതുവരെ ഫ്രൂട്ടിയുടെ കൂടെ ഇരുന്ന് നല്ല കുട്ടിയായിട്ട് കളിച്ചോണേ. ഒരിക്കൽ കൂടി അവളെ ഇറുക്ക പുണർന്നുകൊണ്ട് ഉമ്മ വെച്ചവൾ ശേഷം നിലത്തേക്ക് നിർത്തി. പോയിട്ട് വരാവേ. സമയത്തിന് ആഹാരം കഴിച്ചോണം രണ്ടുപേരും. അവൾ വിശ്വത്തിനെയും രാധയെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാൻ മറന്നില്ല. ഇങ്ങോട്ടേക്കും കൂടി ഒരു കണ്ണ് വേണം കേട്ടോടി. ഉമ്മറത്ത് നിന്നുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ തനിക്ക് പിന്നിലായി നടന്നു വരുന്ന ദേവികയോടവൾ പുഞ്ചിരിയോടെ ആവശ്യപ്പെട്ടു. പോയിട്ട് വായോ. രാധമ്മയുടെയും വിശ്വസാറിൻ്റെയും കാര്യം ഓർത്ത് നീ ഒട്ടും വിഷമിക്കണ്ട. ദേവിക കൂട്ടുകാരിയുടെ കൈ കവർന്ന് പിടിച്ചുകൊണ്ട് ധൈര്യം പകർന്നു. നീയും അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടേ പോകാവൂ. സുധിവിയുടെ കാര്യം ഓർത്തപ്പോൾ നീലിമയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ശരിയടി, ഞാൻ ശ്രദ്ധിച്ചോളാം. ദേവി പുഞ്ചിരിച്ചു. എന്തേലും ഉണ്ടേ ജിത്തിനോട് പറയണം, അല്ലെങ്കിൽ ഡ്രൈവറോട് പറയണം. നിനക്കറിയാമല്ലോ എല്ലാം. നീലിമ അവളുടെ കയ്യിൽ ആദിയോടെ ഒന്ന് തിരിപ്പിടിച്ചു. ശേഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി യാത്ര പറഞ്ഞിട്ട് വണ്ടിയുടെ പിൻസീറ്റിലേക്ക് കയറിയിരുന്ന് ഡോറടച്ചു. അവരുടെ വണ്ടി ആ വലിയ മുറ്റത്ത് നിന്നും ഗേറ്റും കടന്ന് റോഡിലേക്ക് ഇറങ്ങുന്നിടം വരെ ആ 4 പേരും അവിടെ തന്നെ നോക്കി നിന്നു ഒട്ടൊരു സങ്കടത്തോടെ. നിങ്ങളായിരുന്നോ? കയറി വായോ അകത്തേക്ക്. ഒട്ടൊരു അനിഷ്ടത്തോടെ മുൻവാതിലൊഴിഞ്ഞ് ഒരു വശത്തേക്ക് ജിത്ത് മാറി നിന്നു. പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തേക്ക് കടക്കാനായി. ഞങ്ങൾ വന്ന് നിനക്കിഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നല്ലോ. രാമചന്ദ്രൻ്റെ പിന്നിലായി ഹാളിലേക്ക് കയറി വന്ന നിർമ്മലയുടെയും നിളയുടെയും മുഖം
കടന്നൂലെ കുത്തിയ പോലെ വീർത്തിരുന്നു. അത് പിന്നെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വരുന്നവരോട് ആർക്കെങ്കിലും ഇഷ്ടം തോന്നുമോ? ജിത്തിൻ്റെ ശബ്ദം വല്ലാതെ മുറുകിയിരുന്നു. കണ്ടോ രാമേട്ടാ, അപ്പോഴേ ഞാൻ പറഞ്ഞതാ നമ്മുടെ മോൻ മാറിപ്പോയെന്ന്. നിങ്ങളപ്പോൾ വിശ്വസിച്ചില്ലല്ലോ. അതെങ്ങനെയാ? ഓരോ ദരിദ്രവാസികളെയൊക്കെ വീട്ടിൽ കയറ്റി പൊറപ്പിച്ചതിൻ്റെ കേടാ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. നിർമ്മല ദേഷ്യത്തോടെ മുരണ്ടു. ഒന്ന് നിർത്തുന്നുണ്ടോ നിർമ്മലെ? വന്നപ്പോൾ തൊട്ട് തുടങ്ങി. രാമചന്ദ്രൻ മുഷിച്ചിലോളെ ഹാളിലെ സെറ്റിയിലേക്ക് ചെന്നിരുന്നു. ഓ, ഞാൻ പറഞ്ഞതിനാ ഇപ്പോൾ കുറ്റം. നിങ്ങളല്ലേലും മോൻ്റെ സൈഡാണെന്ന് എനിക്കറിയാം. നിർമ്മല നിളയുടെ കയ്യും പിടിച്ചുകൊണ്ട് അയാൾക്കരികിലായി പോയിരുന്നു. എവിടെ ചിത്തെ മോളും കുഞ്ഞും? ഭാര്യയുടെ സംസാരം ഒട്ടും കണക്കിലെടുക്കാതെ അയാൾ മകനോട് തിരക്കി. കുഞ്ഞുറക്ക വാച്ചേ, അവൾ അകത്തുണ്ട്. ജിത്ത് അതും പറഞ്ഞുകൊണ്ട് ഹാളിലെ ചുവരിലേക്ക് ചാരി നിന്നു. കെട്ടിലമ്മ മുറിക്കകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങത്തില്ലായിരിക്കും അല്ലേ? കാൽ കാശിന് വകയില്ലാത്തവർക്കൊക്കെ ഇപ്പം രാജയോഗവാ. നിർമ്മല വലം കൈപ്പത്തി താടിയിൽ ഒഴിഞ്ഞുകൊണ്ട് അടുത്തിരിക്കുന്ന മകളുടെ മുഖത്തേക്ക് നോക്കി. അമ്മയുടെ അഭിപ്രായത്തെ അനുകൂലിച്ചുകൊണ്ട് നിളയൊന്ന് ചിരിച്ചു. നിങ്ങളിപ്പോൾ എന്തിനാ വന്നത്? എൻ്റെ ഭാര്യയുടെ രാജയോഗം നോക്കാൻ വേണ്ടിയാണോ? സുമിയുടെ നേരെയുള്ള ഒളിയമ്പുകൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ജിത്ത് പ്രതികരിച്ചു. അയ്യോ, നിൻ്റെ ഭാര്യ ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലേ? അവിടെ യോഗത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അവരും മകനെ നോക്കി പുച്ഛത്തോടെ മുഖം കൂട്ടി. നിർമ്മലേ, അഹങ്കാരത്തോടെയുള്ള ഭാര്യയുടെ സംസാരം അതിര് കടക്കുന്നുണ്ടെന്ന് തോന്നിയതും രാമചന്ദ്രൻ അവരെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. ഓ, മരുമോളെ പറഞ്ഞത് അമ്മായപ്പന് ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും. അവരയാളെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. അച്ഛാ. അപ്പോഴാണ് സുമി മുറിയിൽ നിന്നും അങ്ങോട്ടേക്ക് ചെന്നത്. ആ, കുഞ്ഞുറക്കവല്ലേ മോളെ? അവളെ കണ്ടതും അയാൾ കുശലം ചോദിച്ചു. അതെ അച്ഛേ, ഇത്തിരി മുമ്പ് ഉറങ്ങിയതേ ഉള്ളൂ. പുച്ഛത്തോടെ തന്നെ നോക്കുന്ന നിർമ്മലയുടെയും നിളയുടെയും നേരെ നോക്കാൻ അവൾ പോയില്ല. അവരുടെ കണ്ണുകൾ വെറുപ്പോടെ തന്നെ നേർക്ക് നീളുന്നത് കണ്ടിട്ടും അവൾ മൗനം പാലിച്ചത് നിന്നതേ ഉള്ളൂ. കുഞ്ഞല്ലേ, ഉറങ്ങട്ടെ അവൻ, രാമചന്ദ്രൻ പറഞ്ഞു. ഞാൻ ചായ എടുക്കാം അച്ഛേ. അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന തോന്നലിൽ സുമി നേരെ അടുക്കളയിലേക്ക് നടന്നു. അവൾക്ക് പിന്നിലായി ജിത്ത് കാലുകൾ നീക്കി. ഇങ്ങനെ ഒരു പെൺകോന്തൻ എൻ്റെ വയറ്റിൽ തന്നെ ജനിച്ചല്ലോ ഈശ്വരാ. മരുമകളുടെ പിന്നാലെ നടന്നു പോകുന്ന മകനെ നോക്കി അവരുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവനത് വ്യക്തമായി കേട്ടെങ്കിലും ഒരു മറുപടി കൊടുക്കുവാൻ പോയില്ല. സുമിക്കൊച്ചേ. സോസ്പാനിലെ പാലെടുത്ത് സ്റ്റൗവിന് മുകളിലേക്ക് വെക്കുന്നവളുടെ പിന്നിലായി ചെന്ന് നിന്നവൻ മെല്ലെ വിളിച്ചു. അവളൊന്നും പറഞ്ഞില്ല. പകരം കൈകൾ രണ്ടും കൗണ്ടർ ടോപ്പിന് മുകളിൽ മുറുക്കി പിടിച്ചു ബലം കൊടുത്തുകൊണ്ട് നിന്നു. പോട്ടടി കുഞ്ഞെ, സോറി. പിന്നിൽ നിന്നും പുണർന്നുകൊണ്ടവൻ സുമിയെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. സുമി ഒരു താങ്ങിനെന്ന് വേണ്ടിയെന്നോണം അവനെ ചാരി നിന്നു. അവരിന്ന് വരുന്നുള്ള കാര്യം ഓഫീസിലെ ജോലി തിരക്കി ഞാൻ മറന്നുപോയതാടി പെണ്ണെ. അല്ലാതെ നിന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ സ്നേഹമില്ലാഞ്ഞിട്ടോ. ജിത്തിനെ പറഞ്ഞു പൂർത്തിയാക്കുവാൻ സുമി അനുവദിച്ചില്ല. അതിനു മുൻപേ തന്നെ അവൾ തിരിഞ്ഞു നിന്ന് ചെക്കൻ്റെ വായ തൻ്റെ വിരലുകൾ കൊണ്ട് മൂടിയിരുന്നു, കണ്ണുകൾ നിറച്ചുകൊണ്ട്. സാരയില്ല. പെണ്ണിൻ്റെ ചുണ്ടുകൾ സങ്കടത്തോടെ പെറുപിറുത്തു. ആരാ? ഗേറ്റിങ്കൽ നിൽക്കുന്ന സെക്യൂരിറ്റിയോട് എന്തോ സംസാരിച്ചതിന് ശേഷം അകത്തേക്ക് കയറി വരുന്ന ഒരു പ്രായമായ സ്ത്രീയെ നോക്കി മഹർഷി ചോദിച്ചു. ഞാൻ സരസ്വതി, ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ദേവിയുടെ അമ്മയാണ്. കയ്യിലെ കവറിൽ തെരുപ്പിടിച്ചുകൊണ്ട് അവർ പരവേശത്തോടെ ഉത്തരം നൽകി. ഓരോന്നിൻ്റെയൊക്കെ പടുതിയും ഭാവവും ഒക്കെ കണ്ടാൽ കെട്ടിലമ്മയാണെന്നാ വിചാരം. സ്വന്തം കുടുംബത്ത് കാൽക്കാശിന് വകയുണ്ടോ? അതുമില്ല. എൻ്റെ മോനെ പിഴിഞ്ഞും കൊണ്ടാണ് അവിടുത്തെ അടുപ്പ് പുകയുന്നത്. ഇങ്ങനെയുണ്ടോ നാണമില്ലാത്ത ജന്മങ്ങൾ? നിർമ്മല ഹാളിൻ്റെ സെറ്റിയിൽ ഇരുന്നു കൊണ്ട് ആരോടെന്ന് ഇല്ലാതെ വിളിച്ചു പറഞ്ഞു. നിനക്കിത് എന്തിൻ്റെ കേടാണ് നിർമ്മലെ? നിൻ്റെ വായിൽ നിന്ന് നല്ലതൊന്നും പുറത്തേക്ക് വരത്തില്ലേ? ആ കൊച്ചു നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ അതിനെ നീ ഇങ്ങനെ ക്രൂശിക്കുന്നത്? നിനക്കും ഒരു പെങ്കൊച്ചുണ്ടെന്ന് ഓർത്തു വെച്ചു. രാമചന്ദ്രന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഓ പിന്നെ, എൻ്റെ മോൾ ഇവളെ പോലെയല്ലേ. അവളെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടേ ഞാൻ കെട്ടിച്ചു കൊടുത്തുള്ളൂ. അല്ലാതെ നിങ്ങളുടെ മരുമോളെ പോലെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നാണമില്ലാതെ കെട്ടിക്കേറി ചെല്ലത്തില്ല. അവർ ഭർത്താവിന് നേർക്ക് ചീറി. നിള ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നതല്ലാതെ ഒന്നും പറയാൻ പോയില്ല. എങ്കിലും സ്വന്തം അച്ഛനെ നോക്കുമ്പോൾ മാത്രം
പെണ്ണിൻ്റെ കണ്ണുകളിൽ പുച്ഛം മാത്രമായിരുന്നു തെളിഞ്ഞു കത്തിയത്. പണമില്ലാത്ത അച്ഛൻ്റെ വീട്ടുകാരോടുള്ള പുച്ഛം. ആ പന്ന അലവലാതിയെ ഞാനിന്ന് വെട്ടിക്കൊല്ലും. പെറ്റ തള്ളയാണെന്ന് പോലും ഞാൻ നോക്കില്ല. നിർമ്മലയുടെ സംസാരം കേട്ട് സഹിക്ക വയ്യാതെ ആയപ്പോൾ അടുക്കളയിൽ നിന്നും ചാടി തുള്ളിക്കൊണ്ട് പോകുവാനായി തുനിഞ്ഞ ജിത്തിനെ സുമി ഇത്തിരി ബലമായി തന്നെ പിടിച്ചു വെച്ചു. വേണ്ട ജിത്തേട്ടാ, പ്രശ്നമൊന്നും വെറുതെ ഉണ്ടാക്കണ്ട. അമ്മ എന്തേലും പറഞ്ഞോട്ടെ. അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതേടി, നീ ഇങ്ങനെ ഒന്നും തിരിച്ചു പറയാതെ ഇരുന്നിട്ടാ അവന് നിൻ്റെ തലയിൽ ചാടിക്കയറുന്നത്. ഇത്തിരി മുമ്പ് എന്നോട് കാട്ടിയ ധൈര്യത്തിൻ്റെ 4/1 വേണ്ടല്ലോ ഇവർക്ക് വേണ്ടുന്ന മറുപടി കൊടുക്കുവാൻ. ജിത്ത് ദേഷ്യം കൊണ്ട് വിറച്ചു. ഞാൻ എന്തു പറയാനാ ജിത്തേട്ടാ? വല്ലതും പറയാൻ വേണ്ടി ഞാൻ വാതുറന്നാലും അമ്മയുടെ കുത്തുവാക്കിന് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, അവർ വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാമെന്ന്. അതിന് ജിത്തേട്ടന് ഒട്ടും ഇഷ്ടവുമല്ല. സ്റ്റൗവിലിരുന്ന് വെട്ടിത്തിളയ്ക്കുന്ന ചായ കപ്പുകളിലേക്ക് അരിച്ചൊഴിച്ചിട്ട് അവളതെല്ലാം പെറുക്കി ട്രേയുടെ മുകളിലേക്ക് എടുത്തു വെച്ചു. അവർ വരുന്നെന്ന് പറഞ്ഞ് നീ എന്തിനാ പെണ്ണെ നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്? ഇവിടെ വരുന്നവർ നിന്നോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ അതിനനുസരിച്ച് തിരിച്ചു പറയാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അവളുടെ കയ്യിൽ നിന്നും ചായ ട്രേ ബലമായി വാങ്ങിയവൻ. ചിത്തേട്ടാ, ഇങ്ങിതാ, ഞാൻ കൊണ്ടുപോയി അവർക്ക് കൊടുത്തിട്ട് വരട്ടെ. നിറഞ്ഞ കണ്ണുകളെ കൈവെള്ള കൊണ്ട് തൂത്തുവിട്ടിട്ട് അവൾ പുഞ്ചിരിച്ചു. വേണ്ട, ഞാൻ കൊടുത്തോളാം. നീ പോയി മോൻ്റെ കൂടെ കുറച്ചു നേരം കിടന്നോ. ജിത്ത് അവളുടെ പിൻവിളി കേൾക്കാൻ കൂട്ടാക്കാതെ തന്നെ ഹാളിലേക്ക് നടന്നു. പിന്നിലായി വെപ്രാളത്തോടെ സുമിയും. ഓ, അവൻ തുടങ്ങി. നാണമില്ലല്ലോടാ നിനക്ക് ഭാര്യയുടെ അടിമപ്പണി ചെയ്യാൻ. ചായയും കൊണ്ട് ചെന്നവനെ നിർമ്മല പുച്ഛിച്ചുകൊണ്ട് മുഖം കൂട്ടി. ഇല്ല, ഒട്ടുമില്ല. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ കുടിച്ചാൽ മതി. കയ്യിലിരുന്ന ട്രേ ടീപ്പോയിൽ വെച്ചിട്ട് അതിൽ നിന്നൊരു കപ്പെടുത്തവൻ തൻ്റെ അച്ഛന് നേർക്ക് നീട്ടി. സുമി ഇതൊക്കെ കണ്ട് പരിഭ്രമത്തോടെ ചുവരിലെ ഹാളിൽ ചാരി നിന്നു. എന്തായാലും നീ കൊള്ളാടി. എൻ്റെ മോനെ കണ്ണും കൈയും കാട്ടി വശീകരിച്ചതും പോരാ, അവനെ ഇട്ട് വീട്ടുപണി കൂടി ചെയ്യിക്കുന്നു. അവർ അരോചകത്തോടെ സുമിയെ നോക്കി മുഖം വെട്ടിച്ചു. എന്തായാലും നിങ്ങൾ എൻ്റെ അച്ഛനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്ന പോലെ ഇവൾ എന്നെ ഇട്ട് പൊട്ടാൻ കളിപ്പിക്കാറില്ല. അവൻ നിർമ്മലയുടെ വായടപ്പിക്കുന്ന രീതിയിൽ പ്രതികരിച്ചു. എടാ! അവർ എഴുന്നേറ്റ് നിന്ന് മകന് നേർക്ക് വിരൽ ചൂണ്ടി. നിർമ്മലേ! പൊടുന്നനെ രാമചന്ദ്രൻ അവനെ നോക്കി ഉച്ചത്തിൽ വിളിച്ചു, ദേഷ്യത്തോടെ. ഭർത്താവിൻ്റെ ശബ്ദം പതിവില്ലാത്ത രീതിയിൽ ഉയർന്നതും ഒരു നിമിഷത്തേക്കവർ ഒന്നടങ്ങി. പിന്നീട് അയാളെ ഒട്ടൊരു അമ്പരപ്പോടെ നോക്കി. ശാന്തമാണ് മുഖമെങ്കിലും തീക്ഷ്ണത നിറഞ്ഞ കണ്ണുകളാണ് നിർമ്മലയ്ക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അത് കണ്ടതും മകന് നേർക്ക് ചൂണ്ടിയ വിരൽ അവരറിയാതെ തന്നെ തിരിച്ചെടുത്തു. അവൻ എൻ്റെ മകനാണ്. ഇതവൻ സ്വന്തമായി വെച്ച വീടും അല്ലാതെ നിൻ്റെ വീട്ടുകാർ തീറെഴുതി കൊടുത്തതല്ല. ഇവിടെ വന്ന് അവനെ ചോദ്യം ചെയ്യാൻ നിർമാല്യത്തെ നിർമ്മലാദേവിക്ക് ഒരധികാരവും ഇല്ല. നിൻ്റെ വീട്ടുകാരുടെ പണക്കൊഴുപ്പ് നീ ഇവിടെ കാണിക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. ശാന്തമെങ്കിലും വളരെ ഉറച്ചതായിരുന്നു രാമചന്ദ്രൻ്റെ വാക്കുകൾ. അതിലൊന്ന് പതറിയതുകൊണ്ടാവാം നിർമ്മല നിളയുടെ കൈയും പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ചാടിത്തുള്ളി മുകളിലേക്ക് കയറിപ്പോയത്. മോളെ! ഇതിനെല്ലാം സാക്ഷിയായി കണ്ണുകൾ നിറച്ചുകൊണ്ട് നിൽക്കുന്ന സുമിയെ അയാൾ മെല്ലെ വിളിച്ചു. അവൾ കണ്ണുകൾ ഉയർത്തി അയാളെ ദയനീയമായി ഒന്ന് നോക്കി. മോൾ ഇതൊന്നും കേട്ട് സങ്കടപ്പെടേണ്ട കേട്ടോ. പണം കൊണ്ട് എന്തിനേയും വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതുന്ന ഒരു സ്ത്രീയാണവർ. സ്വന്തം വീട്ടിൽ കാശുള്ളതിൻ്റെ അഹങ്കാരം. അയാൾ ഒട്ടൊരു പുച്ഛത്തോടെ പറഞ്ഞു. എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛേ. അവൾ എങ്ങനെയൊക്കെയോ വാക്കുകൾ പെറുക്കി കൂട്ടിച്ചേർത്തു. യാത്ര ചെയ്തു വന്നതല്ലേ മോളെ, എനിക്കിത്തിരി കിടക്കണം. രാമചന്ദ്രൻ അവരെ ഒന്ന് നോക്കി ഒരു വരണ്ട ചിരി ചിരിച്ചു. ശേഷം അയാളുടെ മുറിയിലേക്ക് പതിയെ നടന്നു. മുത്തശ്ശി! സരസ്വതി ചെന്നതിൽ തത്തയ്ക്കായിരുന്നു സന്തോഷം മുഴുവൻ. അവൾ അവരുടെ വിടാതെ നടന്നു. പെണ്ണിൻ്റെ വാലായി അവളുടെ സ്വന്തം ഫ്രൂട്ടിയും. കുറേ നാളുകളായുള്ള വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നതിനാലാവാം അവൾക്ക് അവരോട് എത്ര പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. സരസ്വതി അതൊക്കെ കേട്ട് അവളുടെ കൂടെ തന്നെ ഇരുന്നു. അവളെ കളിപ്പിച്ചു, കുളിപ്പിച്ചൊരുക്കി ഭക്ഷണം കഴിപ്പിച്ചു. ഇടയ്ക്ക് അവളുടെ ഫ്രൂട്ടിയെ നോക്കാനും അവർ മറന്നില്ല. അത്താഴം കഴിച്ചു കഴിഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് തളർന്നു പോയിരുന്നു. ഉറക്കം വന്നെന്ന് തോന്നിയതും അവൾ ബെഡിലേക്ക് കയറിക്കിടന്നു. മുത്തശ്ശി, ഒരു പാട്ട് പാട്. പെണ്ണ് വാശി പിടിച്ചുകൊണ്ട് ചുണ്ടു ചുളുക്കി. സരസ്വതി പുഞ്ചിരിയോടെ അവൾക്കായി താരാട്ടുപാട്ട് പാടി. വളരെ നാളുകൾക്ക് ശേഷം
കുറച്ചു നേരം കഴിഞ്ഞതും തത്ത ബെഡിൽ കിടന്നുറക്കമായി. അവളുടെ ചൂട് പറ്റി പപ്പിക്കുട്ടന് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് സരസ്വതിയും ഒന്ന് ശ്വാസം വിട്ടത്. ഇങ്ങനൊരു കുറുമ്പിപ്പാറു. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ നെറുകയിൽ ഒരു മുത്തം നൽകിയിട്ട് അവരവിടെ നിന്ന് എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു. മോളെ. സെറ്റിയിലിരുന്ന് ഉണങ്ങിയ തുണികൾ മടക്കിക്കൊണ്ടിരുന്ന മകളുടെ അരികിലേക്കാണ് സരസ്വതി ചെന്നത്. എന്താ അമ്മേ? ദേവിക പുഞ്ചിരിയോടെ മുഖമുയർത്തി അവരുടെ നേർക്ക് നോക്കി. എന്നോട് ദേഷ്യമുണ്ടാവുമല്ലേ നിനക്ക്? അവൾക്കരികിൽ ചെന്നിരുന്നു കൊണ്ട് സരസ്വതി പരിതപിച്ചു. എനിക്കെന്തിനാ അമ്മേ അമ്മയോട് ദേഷ്യം? മടക്കിയ തുണികൾ ഒന്നിനു മുകളിൽ ഒന്നായി അവൾ അടുക്കി വെച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ നിന്റെ ജീവിതം ഇങ്ങനെയാവാൻ കാരണക്കാരി ഞാനും കൂടിയാണ്. കണ്ണിലൂറിയ കണ്ണുനീരിനെ സെറ്റിൻ്റെ കോന്തലയിൽ തുടച്ചുകൊണ്ട് അവർ തുടർന്നു. നീ പല പ്രാവശ്യം നിന്റെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോഴും ഞാനും കൂടിയാണ് നിന്നെ സമാധാനിപ്പിച്ച് വീണ്ടും തെക്കയിലേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് അമ്മ സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചില്ല മോളെ. അവരിൽ കുറ്റബോധം നിറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അമ്മേ. ഇനി അതൊന്നും ഒരു സംസാരം വേണ്ട. പഴയതൊന്നും ഓർക്കുവാൻ ദേവിക ഇഷ്ടപ്പെട്ടിരുന്നില്ല. ദേവനൊന്നും ഇഷ്ടമല്ലായിരുന്നു മോളെ. നിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ ആവത് പറഞ്ഞതാ. പക്ഷേ അവൻ... സരസ്വതിക്ക് മകനെക്കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്ത ദണ്ണം തോന്നി. എത്ര കാര്യമായിട്ടാണ് താൻ അവനെ വളർത്തിയത്. കുഞ്ഞിലെ അവൻ അനിയത്തി എന്ന് പറഞ്ഞാൽ പ്രാണനായിരുന്നു. എപ്പോഴും അവളുടെ കൂടെ ചേർന്ന് നടക്കുമായിരുന്നു. ഒരു മുട്ടായി കിട്ടിയാൽ പോലും അതിലൊരു പങ്ക് ദേവികയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ എപ്പോഴാണ് ഒരകലം വന്നു തുടങ്ങിയത്? ദേവൻ്റെ കല്യാണത്തിന് ശേഷം. അതെ, അന്ന് തൊട്ടാണ് തൻ്റെ മകൻ മാറുവാനായി തുടങ്ങിയത്. ആദ്യമൊക്കെ അനിയത്തിക്ക് വേണ്ടി ഭാര്യയായ ദിവ്യയോട് പോലും അവൻ അടിയിടുമായിരുന്നു. പിന്നീട് എപ്പോഴോ അതും നിന്നു. അനിയത്തിൽ വീട്ടിൽ വന്നാൽ വെറുതെ ഒരു കുശലം ചോദിക്കുന്ന ഒരു മേട്ടൻ മാത്രമായി അവൻ ഒതുങ്ങി. പിന്നീടെപ്പോഴോ അതും നിന്നു. ദേവിമോള് വീട്ടിൽ വന്നാൽ മുഖം തിരിക്കുന്നത് പതിവാക്കി. കൂടെ ദേവികയ്ക്ക് നേരെയുള്ള ദിവ്യയുടെ കുത്തുവാക്കുകളും എല്ലാം പതിയെ മനസ്സിലായി തുടങ്ങിയതും തൻ്റെ മോള് പിന്നീട് വീട്ടിലേക്ക് വരാതായി. പിന്നീട് പതിയെ അകന്നു. തന്നോട് ഇടയ്ക്കിടയ്ക്ക് ഫോണിലുള്ള സംസാരം ഒഴിച്ചാൽ വീട്ടിലുള്ളവരോട് അവൾ അകലം വിട്ട് തന്നെ നിന്നു. അവരോരോന്നും ചിന്തിച്ചുകൊണ്ട് നിസ്സഹായയായി ദേവികയ്ക്ക് മുൻപിലിരുന്നു. ഏട്ടൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല അമ്മേ. ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം വന്നു പറയുന്ന അനിയത്തിയെ ഏട്ടനും വെറുത്ത് കാണും. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഏട്ടന് ഞാൻ എന്നാ സമാധാനം കൊടുത്തിട്ടുള്ളത്? അതൊക്കെ മറന്നേക്കമ്മേ. ഇന്നിപ്പോൾ ഞാൻ ഹാപ്പിയാണ്. തൽക്കാലത്തേക്കെങ്കിലും ഇവിടെ ഒരു വാടക വീട് കിട്ടി. ഇനി എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. മോളെ നോക്കണം, പഠിപ്പിക്കണം, പിന്നെ അയാളിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടണം. ആദ്യമൊക്കെ ധൈര്യത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നവൾ ഒടുക്കമായപ്പോഴേക്കും ഒന്ന് പതറിപ്പോയി. അവനെ നീ ഇപ്പോഴും കാണാറുണ്ടോ? ഡൈവോഴ്സ് തരാമെന്ന് അവൻ സമ്മതിച്ചോ? സുധിയുടെ കാര്യം അറിയാൻ സരസ്വതി തിടുക്കം കൂട്ടി. ഇല്ലമ്മേ, ഇതുവരെ അയാൾ ഒപ്പിട്ടിട്ടില്ല. തരില്ലെന്നാണ് അയാൾ കട്ടായം പറയുന്നത്. ഇവിടുത്തെ വിശ്വസാറ് പറഞ്ഞ് അയാൾക്കെതിരായി കേസ് കൊടുക്കാൻ. ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നവർക്കെതിരായി കേസ് കൊടുത്താൽ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുമെന്ന്. അവൾ ഒട്ടൊരു നെറുവീർപ്പോടെ പറഞ്ഞു നിർത്തി. എങ്കിൽ പിന്നെ കൊടുത്തൂടെ മോളെ? ആ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അയാൾ എന്നെയും മോളെയും സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന്? ഇല്ലമ്മേ, ഇല്ല. സുധി ഒരു മാനസിക രോഗിയ, സാഡിസ്റ്റ്. അയാൾ ഒരിക്കലും എന്നെ വെറുതെ വിടില്ല. മടുത്ത് ഞാൻ. എൻ്റെ മോളെ ഓർത്ത് മാത്രം ഞാനിപ്പോഴും ജീവിക്കുന്നത്. ഇല്ലായിരുന്നേൽ... പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ. സരസ്വതിക്ക് അവളുടെ കണ്ണുനീർ കണ്ടെത്തിക്കാനായില്ല. അവർ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു. അങ്ങനൊന്നും പറയില്ലടി. ഒന്നും വരത്തില്ല. ഈശ്വരനുണ്ടല്ലോ മോളിൽ. ഇതൊന്നും കാണാതെ പോവില്ല. നീ നോക്കിക്കോ, നിനക്കും മോൾക്കും നല്ലൊരു കാലം വരും. അവർ കണ്ണീരോടെ ദേവിയുടെ നെറുകയിൽ തഴുകി. പൊടുന്നനെ വീടിൻ്റെ കോളിംഗ് ബെൽ ചിലച്ചു. ആരാ മോളെ ഈ പാതിരാത്രിയിൽ? തന്നിൽ നിന്നും വേഗത്തിൽ അടർന്നു മാറിയ ദേവിയുടെ മുഖത്തേക്ക് നോക്കി വെപ്രാളത്തോടെ തിരക്കിയവർ. അറിയില്ലമ്മേ. മുഖം കൈവെള്ളയിലൊന്ന് അമർത്തി തുടച്ചുകൊണ്ടവൾ മെല്ലെ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. ശേഷം മുൻവാതിലിന് നേർക്ക് നടന്നു. വാതിൽ തുറന്നവൾ മുൻപിൽ നിൽക്കുന്ന രൂപത്തെ ഒന്നേ നോക്കിയുള്ളൂ. ദേഹമാകെ ചോരയിൽ കുളിച്ചു നിൽക്കുന്ന മഹർഷിയെ കണ്ട് ദേവിക പേടിയോടെ രണ്ടടി പിന്നിലേക്ക് മാറി നിന്നു. കാഷ്വാലിറ്റിയുടെ മുൻപിലെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുമ്പോൾ ദേവികയെ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു.
കുറച്ച് നിമിഷങ്ങൾ മുമ്പ് കൺമുൻപിൽ കണ്ടതിൻ്റെ ആഘാതം ഇപ്പോഴും അവളെ മനസ്സിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറിയിരുന്നില്ല. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രാധമ്മയുടെ രൂപമാണ് അപ്പോഴും പെണ്ണിൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നത്. ഇനിയും ആ രംഗം ഓർക്കാൻ ത്രാണിയില്ലാത്തവളെ പോലെ അവൾ മിഴികൾ രണ്ട് ഇറുക്കി അടച്ചു. ബാത്റൂമിൽ കുളിക്കാൻ കയറിയപ്പോൾ രാധമ്മ കാല് തെന്നി വീണതാത്രേ. ഭാഗ്യത്തിന് മഹർഷി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒച്ച കേട്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. വിശ്വം സാറ് എന്തോ അത്യാവശ്യത്തിന് പുറത്തേക്ക് പോയതിനാൽ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നതും മറ്റൊരു സത്യം. എങ്ങനെയൊക്കെയോ രാധമ്മയെ താങ്ങി കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി എൻ്റെ അടുത്തേക്ക് പരവേശത്തോടെ ഓടി വന്നതാണ് ആള്. കൂടെ സെക്യൂരിറ്റിയും ഉണ്ടായിരുന്നു. മഹർഷി ചോര പുരണ്ട വസ്ത്രവുമായി വീട്ടിലേക്ക് കയറി വന്നതും തന്നെയും കണ്ട് വെപ്രാളത്തോടെ കാവുമ്പാട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോയതും മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ നിന്നപ്പോൾ കണ്ട കാഴ്ചയിൽ ഒരു നിമിഷത്തേക്ക് അനങ്ങാതെ നിന്നിടത്ത് തന്നെ നിന്നു പോയിരുന്നു താൻ. ബോധമില്ലാതെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന കാവുമ്പാട്ടമ്മ. എത്രയൊക്കെ തട്ടി വിളിച്ചിട്ടും മുഖത്തേക്ക് വെള്ളം തളിച്ചിട്ടും രാധമ്മ ബോധം തെളിയാത്തത് കണ്ടതും താനും മഹർഷിയും ഒരുപോലെ പേടിച്ചു പോയിരുന്നു. ഒടുവിൽ സെക്യൂരിറ്റിയുടെ കൂടെ സഹായിച്ചിട്ടാണ് രാധമ്മയെ കാറിൽ കയറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അരമണിക്കൂറായി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ടും അകത്തുനിന്നാരും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല. മഹർഷിയാണെങ്കിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളത്തോടെ ഓടി നടക്കുന്നുണ്ട്. അമ്മയുടെ വിവരം വല്ലതും അറിഞ്ഞോ എന്ന് ആളിനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും എന്തുകൊണ്ടോ അതിനുള്ള ധൈര്യം വന്നില്ല. ദേവി, പരിചയമുള്ളൊരു ശബ്ദം കേട്ടപ്പോഴാണ് പൊടുന്നനെ താൻ തല ഉയർത്തി നേരെ നോക്കിയത്. അപ്പോൾ കണ്ടു മഹർഷിയോടൊപ്പം കാഷ്വാലിറ്റിക്ക് മുൻപിലേക്ക് ധൃതിയിൽ നടന്നു വരുന്ന ജിത്തിനെ. ജിത്തേട്ടാ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ജിത്തിനെ കണ്ടതും വെപ്രാളത്തോടെ താൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിരുന്നു. ഒന്നും പറഞ്ഞില്ല ദേവികെ. ചോര കുറേ പോയോണ്ട് ബ്ലഡ് കയറ്റേണ്ടി വരുമെന്ന് മാത്രം ഡോക്ടർ പറഞ്ഞു. ഏട്ടൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു പതർച്ച ഉണ്ടായിരുന്നു. അത് കേട്ടതും ആദിയോടെ താൻ മഹർഷിയെ ഒന്ന് പാളി നോക്കി. ആളവിടെ എമർജൻസി വാർഡിൻ്റെ ഡോറിന് മുൻപിൽ സർവ്വതും തകർന്നവനെ പോലെ നിൽക്കുന്നത് കണ്ടു. എന്തോ ആ മനുഷ്യൻ്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ടതും തൻ്റെ ഹൃദയം തകർന്നു പോയിരുന്നു. രാധമ്മയുടെ കാര്യത്തിൽ ഒരയൽക്കാരിയായ തനിക്ക് പോലും വല്ലാതെ വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മകനായ അയാളുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. രാധയുടെ അറ്റൻഡർ ആരെങ്കിലും ഉണ്ടോ? പൊടുന്നനെ കാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്ന് വിളിച്ചു ചോദിച്ചു. കേൾക്കേണ്ട താമസം തന്നെ താനും ആ രണ്ടു പേർക്കുമൊപ്പം അങ്ങോട്ടേക്ക് ഓടിച്ചെന്നിരുന്നു. ഡോക്ടർ വിളിക്കുന്നുണ്ട്, ആരെങ്കിലും ഒരാൾക്ക് അകത്തേക്ക് കയറി വരാം. അവർ പറഞ്ഞു നിർത്തിയതും മഹർഷി പരിഭ്രാന്തിയോടെ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടു. വീണ്ടും ആദിയോടെയുള്ള നിമിഷങ്ങൾ. രാധമ്മയുടെ അവസ്ഥ എന്തായിരിക്കുമെന്നറിയാനുള്ള ത്വര ഉള്ളിലുണ്ടായി. ആ അമ്മയ്ക്ക് വലുതായിട്ടൊന്നും പറ്റരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രം തൻ്റെ നാവ് ഉരുവിട്ടുകൊണ്ടിരുന്നു. ഒന്നും പറ്റത്തില്ലടോ, താൻ ധൈര്യമായിട്ടിരിക്കെ. ജിത്തിടയ്ക്ക് തോളിൽ തട്ടി തന്നെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും മഹർഷി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. ഡോക്ടർ എന്തു പറഞ്ഞടാ? ജിത്താണ് ചോദ്യം ചോദിച്ചതെങ്കിലും അതറിയാനുള്ള ആകാംക്ഷ കൂടുതൽ തനിക്കായിരുന്നു. ബോധം വീണിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. വലത്തുകാലിന് പൊട്ടലുണ്ട്, അത് പ്ലാസ്റ്റർ ഇട്ടു. നെറ്റ് നല്ലവണ്ണം മുറിഞ്ഞതുകൊണ്ട് 3-4 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. 1 മാസത്തെ റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആദി വല്ലായ്മയോടെ പറഞ്ഞു നിർത്തി. ഉള്ളിലേക്ക് കയറി പോകുന്നിടം വരെയുള്ള മുഖത്തെ പിരിമുറുക്കം കാഷ്വാലിറ്റിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മഹർഷിയുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടതും തനിക്ക് വല്ലാത്തൊരു സമാധാനം തോന്നിയിരുന്നു. ഈശ്വരൻ കാത്തു, കൂടുതലൊന്നും പറ്റിയില്ലല്ലോ. ജിത്ത് മഹർഷിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറയുന്നത് കേട്ടു. വെളുപ്പിനെ മുറിയിലേക്ക് മാറ്റും, അതുവരെ ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കൂടെ ഇരിക്കാം. മഹർഷി പറഞ്ഞു. ഞാൻ ഇരുന്നോളാം. എന്തോ അങ്ങനെ പറയാനാണ് തനിക്കപ്പോൾ തോന്നിയത്. ഏയ്, അത് വേണ്ട, ദേവികയെ ജിത്ത് ഡ്രോപ്പ് ചെയ്തോളും. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് തന്നെ വലിയ കാര്യം. ആദിയുടെ സംസാരത്തിൽ ദേവികയോടുള്ള നന്ദി പ്രകടമായി. അത് സാരമില്ല, ഞാൻ നിന്നോളാം. അമ്മയുടെ അരികിൽ ലേഡീസ് ആരെങ്കിലും നിൽക്കുന്നതായിരിക്കില്ലേ നല്ലത്? പൊടുന്നനെ ദേവിക തിരക്കി. ഇവള് പറയുന്നതിലും കാര്യമുണ്ട് ആദി. അമ്മയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അമ്മയെ നമ്മളോട് തുറന്നു പറയുവോ? ജിത്ത് ഇടയിൽ കയറി പറഞ്ഞു. തത്തമോള്,
ആദി പൊടുന്നനെ നെറ്റി ചുളിച്ചുകൊണ്ട് ദേവികയുടെ നേർക്ക് നോക്കി. വീട്ടിൽ അമ്മയുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. തൻ്റെ മറുപടി കേട്ടിട്ടും വീണ്ടും 2 നിമിഷങ്ങൾ കൂടി മഹർഷി ആലോചിക്കുന്നത് താൻ ശ്രദ്ധിച്ചു. ഓക്കെ. കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം സമ്മതം എന്നുള്ള രീതിയിൽ തനിക്ക് നേരെ നോക്കി ആദി തലയാട്ടി കാട്ടി. എങ്കിൽ ദേവിക അകത്തേക്ക് പൊയ്ക്കോളൂ. ജിത്ത് പറഞ്ഞതും താൻ എമർജൻസി വാർഡിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു. വേദനയുണ്ടോ രാധമ്മേ? രാധ കണ്ണുകൾ ചിമ്മി തുറന്നതും ആദ്യം കണ്ടത് ദേവികയുടെ മുഖമായിരുന്നു. കുഴപ്പമില്ല മോളെ. അങ്ങനെ പറഞ്ഞുവെങ്കിലും അവരുടെ കണ്ണുകൾ ചുറ്റിനും പാറി നടന്നു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഈശ്വരൻ കാത്തു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ദേവിക അവരുടെ കൈപ്പത്തിയിൽ പിടിച്ചുകൊണ്ട് പതിയെ ഒന്ന് അമർത്തി. ആദി? രാധയുടെ ചോദ്യത്തിൽ ഒട്ടൊരാശങ്കയുണ്ടായിരുന്നു. പുറത്തുണ്ട്. ഇവിടെ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇത്തിരിയും കൂടി കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവിക ഒന്ന് ചിരിച്ചു. രാധയൊന്ന് മൂളി. പിന്നീട് പതിയെ കണ്ണുകൾ അടച്ചു. നെറ്റിയിലെ സ്റ്റിച്ചിൻ്റെ വേദന കൊണ്ട് അവരുടെ മുഖം ചുളിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ പ്രതിഫലനം എന്നോണം രാധയുടെ വലങ്കൈ ദേവികയുടെ കയ്യിൽ മുറുകി. രാധയെ മുറിയിലേക്ക് മാറ്റിയപ്പോഴേക്കും സമയം രാവിലെ 8 മണി കഴിഞ്ഞിരുന്നു. ഓഫീസിൽ എന്തോ അത്യാവശ്യ കാര്യമുണ്ടായിരുന്നത് കൊണ്ട് ഷിഫ്റ്റ് കഴിഞ്ഞതും ജിത്ത് അവിടെ നിന്നും പോയി. മുറിയിലേക്ക് കയറി വന്ന ആദി കാണുന്നത് കസേരയിൽ ഇരുന്നു കൊണ്ട് കട്ടിലിൽ തല ചേർത്ത് വെച്ചുറങ്ങുന്ന ദേവികയാണ്. അവനത് കണ്ടതും വല്ലാത്ത അസ്വസ്ഥത തോന്നി. പാവം, രാത്രി മുഴുവനും ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ടാവും. വിളിച്ചെഴുന്നേൽപ്പിക്കുവാൻ തോന്നിയെങ്കിലും പിന്നീട് അവൻ അത് വേണ്ടെന്ന് വെച്ചു. ഉറങ്ങിക്കിടക്കുന്ന അമ്മയെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ പതിയെ ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് കയറിയിരുന്നു. ഫോണെടുത്ത് അതിലേക്ക് നോക്കിയിരുന്നവൻ ഇടയ്ക്കെപ്പോഴോ ദേവികയുടെ മുഖത്തേക്ക് അറിയാതെയൊന്ന് പാളി നോക്കി. ജീവിതത്തിൽ ഒരുപാട് വേദന തിന്നവൾ, ഭർത്താവിനാൽ മാനസികമായും ശാരീരികമായും പിച്ചി ചീന്തപ്പെട്ടവൾ. ഒരു പക്ഷേ തത്തയുടെ നേരെ ഇങ്ങനൊരു ആക്രമണ പെരുമാറ്റം സുധി കാട്ടിയിരുന്നില്ലെങ്കിൽ ഇപ്പോഴും ഇവൾ ഭർത്താവിൻ്റെ വീട്ടിൽ കൊടും നരകയാതനകൾ അനുഭവിച്ച് ജീവിക്കുമായിരുന്നു. ആദിക്ക് അവളോട് അലിവ് തോന്നി, കൂടെ സഹതാപവും. ഇവളെയും മോളെയും നഷ്ടപ്പെടുത്തിയ സുധി എത്ര ഭാഗ്യമില്ലാത്തവനാണ്. ചിന്തകൾ തലയ്ക്ക് ചൂട് പിടിച്ചവന് അവൻ പതിയെ ബെഡിലേക്ക് ചാഞ്ഞു. രാത്രിയിലത്തെ അലച്ചിൽ കാരണമോ അതോ ഉറക്കമില്ലായ്മ കൊണ്ടോ അവൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അമ്മ വരൂ എൻ്റെ പെണ്ണെ, നിന്റെ മുത്തശ്ശി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോയതല്ലേ? സരസ്വതി എത്ര ആശ്വസിപ്പിച്ചിട്ടും കുഞ്ഞിപ്പെണ്ണ് ചിരിങ്ങിക്കൊണ്ടിരുന്നു. പെണ്ണിൻ്റെ കരച്ചിലും സങ്കടവും കണ്ട് സഹിക്കാൻ വയ്യാതെ ഫ്രൂട്ടിയും അവളുടെ കാൽ കീഴിൽ നിശബ്ദയായി കിടന്നു. എനിക്കിപ്പോൾ എൻ്റെ അമ്മയെ കാണണം. തത്ത വിങ്ങിപ്പൊട്ടി. ശരി, എങ്കിൽ നമുക്ക് അമ്മയെ വിളിച്ചു ചോദിക്കാം, എന്താ? സരസ്വതി അത് പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് തലയാട്ടി സമ്മതിച്ചു. അവർ തൻ്റെ ഫോണ് കയ്യിലേക്കെടുത്തതും അതിൽ ദേവൻ്റെ കോള് വന്നു കഴിഞ്ഞിരുന്നു. ഒട്ടൊരു വെപ്രാളത്തോടെ അവർ ഫോണെടുത്ത് ചെവിക്കരികിലേക്ക് ചേർത്ത് വെച്ചു. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ജോലിക്ക് പോകേണ്ടതാണെന്ന് അമ്മയ്ക്കറിയില്ലേ? മോളെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയതല്ലേ? ഇങ്ങോട്ടേക്ക് ഇനി വരാൻ വേണ്ടി മുഹൂർത്തം വല്ലതും നോക്കണോ? അപ്പുറത്ത് കോൾ കണക്റ്റായെന്നറിഞ്ഞതും ദേവൻ അലറി. അത് മോനെ, ഇവിടുത്തെ അമ്മ ഒന്ന് വീണു. അവൾ അവരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയേക്കുക. കുഞ്ഞിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. അവൾ തിരിച്ചു വന്നിട്ട് ഞാൻ വന്നാൽ പോരെ? സരസ്വതിയുടെ ശബ്ദം നേർത്തിരുന്നു. അവൾക്ക് വയ്യാതായി ഒന്നും പോയതല്ലല്ലോ, കണ്ടവർക്ക് വേണ്ടി പോയതല്ലേ? അതുകൊണ്ട് അവളെ വിളിച്ചു വരുത്തി വേഗം ഇങ്ങി പോരാൻ നോക്ക്. ഞങ്ങളുടെ പൊടിക്കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകണമെന്നാണോ അമ്മ പറയുന്നത്? ഇങ്ങനെയാണെങ്കിൽ മകളുടെ അടുത്തേക്കുള്ള പോക്കങ്ങ് ഞാൻ നിർത്തും. ദേവൻ ദേഷ്യപ്പെട്ടു. ഞാൻ ഉടനെ വന്നോളാം. കരച്ചിൽ ഉള്ളിലടക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അത് കേട്ടതും മറുപുറം ഡിസ്കണക്റ്റ് ആവുന്നത് സരസ്വതി അറിഞ്ഞു. അവർ നിസ്സഹായയായി വിതുമ്പിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി. ശേഷം എന്തോ ചിന്തിച്ചുറപ്പിച്ച മട്ടിൽ ദേവികയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഫോൺ ബെല്ലടിച്ചതിൻ്റെ ശബ്ദം കേട്ടതും ധൃതിയിൽ ദേവിക ഉറക്കം ഞെട്ടി എഴുന്നേറ്റു. ഉറങ്ങിക്കിടക്കുന്ന രാധമ്മയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് തന്നെ കട്ടിലിൽ മുകളിൽ വെച്ചിരിക്കുന്ന ഫോൺ അവൾ പെട്ടെന്ന് കയ്യിലേക്കെടുത്തു. ശേഷം അതിലെ ആൻസർ ബട്ടണിൽ വേഗത്തിൽ തൊട്ടു. അമ്മേ. മറുപുറത്ത് സരസ്വതിയാണെന്നറിഞ്ഞതും അവൾ മെല്ലെ വിളിച്ചു. മോളെ, അവിടെ കാവുമ്പാട്ടമ്മയ്ക്ക് എങ്ങനെയുണ്ട്?
അവർ ആദ്യം ചോദിച്ചത് അതായിരുന്നു. ദേവിക പതിയെ കാര്യങ്ങളെല്ലാം അവർക്ക് ചുരുക്കത്തിൽ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നത്തേക്ക് ഡിസ്ചാർജ് ആവില്ല അല്ലേ? അവരിൽ പൊടുന്നനെ നിരാശ പടർന്നു. ഇല്ലമ്മേ, 2-3 ദിവസത്തേക്ക് ഡിസ്ചാർജ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സരസ്വതി സങ്കടത്തോടെ ഒന്ന് മൂളി. എന്താ അമ്മേ, മോള് വഴക്കാണോ? അവരുടെ സംസാരത്തിലെ പരിഭ്രമം മനസ്സിലാക്കിയതും ദേവിക തിരക്കി. അവൾ നിന്നെ കാണണമെന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് കരച്ചിലാണ്. അയ്യോ അതെയോ? അമ്മ ഫോണൊന്ന് നമുക്ക് കൊടുക്കോ, ഞാൻ സംസാരിക്കാം. ദേവിക കുഞ്ഞിനോട് സംസാരിക്കുവാനായി പതിയെ മുറിയുടെ വാതിൽക്കലേക്ക് നടന്നു. അപ്പോഴാണ് ആദി ബൈസ്റ്റാൻഡർ ബെഡിൽ കിടന്നുറങ്ങുന്നത് അവൻ കണ്ടത്. അവനെയൊന്ന് നോക്കിയിട്ട് പതിയെ അവൾ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. അത് മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കുഞ്ഞിന് ഫോൺ കൊടുക്കാതെ സരസ്വതി സംസാരം തുടർന്നു. അവളോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അവർക്കൊട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്താമ്മേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് അതൊന്നുമില്ല. പിന്നെന്താമ്മേ, എന്താണേലും തുറന്നു പറയേ. സരസ്വതിയുടെ അങ്ങും ഇങ്ങും തൊടാതെയുള്ള സംസാരം കേട്ടതും അവൾക്ക് ചെറിയ രീതിയിൽ വെപ്രാളം കയറിയിരുന്നു. അത് പിന്നെ ദേവൻ വിളിച്ചിരുന്നു മോളെ. മകൻ പറഞ്ഞത് മുഴുവനും ഒന്നുപോലും ഒഴിയാതെ പറയുമ്പോൾ കരച്ചിലടക്കുവാൻ സരസ്വതി പാടുപെടുകയായിരുന്നു. സാരമില്ലമ്മേ, ഞാൻ വന്ന് കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നോളാം. അമ്മ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ദേവിക വളരെ ശാന്തമായി മറുപടി നൽകി. എങ്കിലും ഉള്ളിലെ മുറിവിൽ നിന്നും സൂചിയിട്ട് കുത്തുമ്പോഴുള്ള ഒരു വേദന ദേവികയ്ക്ക് അനുഭവപ്പെട്ടു. ഒറ്റപ്പെടലിൻ്റെ വേദന. മോളെ അത്. സരസ്വതി പൊട്ടി വന്ന കരച്ചിൽ ചീളുകളെ തൊണ്ടക്കുഴിയിൽ അമർത്തിപ്പിടിച്ചു. സാരമില്ലമ്മേ, അമ്മയുടെ അവസ്ഥ എനിക്കറിയാവുന്നതല്ലേ. എൻ്റെ കാര്യം ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട. അമ്മ മോളെ ഒരുക്കി നിർത്തിക്കൂ. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വന്നേക്കാം. ദേവിക അതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് തിരിഞ്ഞതും മുറിയുടെ വാതിൽ ചാരി കൈകൾ രണ്ടും പിണച്ചു കെട്ടിക്കൊണ്ട് നിൽക്കുന്ന മഹർഷിയെയാണവൾ കണ്ടത്. അവനെ കണ്ടതും ദേവിക ഒന്ന് പതുങ്ങി. സാരമില്ലമ്മേ, ഇവിടം വരെ വരാനും എന്നെ മോളെ ഒന്ന് കാണാനുമുള്ള മനസ്സ് അമ്മ കാണിച്ചല്ലോ. എനിക്കത് മതി. അമ്മ പൊയ്ക്കോളൂ. ദേവിക്ക് അപ്പോഴും സരസ്വതിക്ക് മുഖം കൊടുക്കാതെ അവളുടെയും തത്തയുടെയും അത്യാവശ്യ തുണികളും മറ്റു കാര്യങ്ങളും ഒരു ചെറിയ ബാഗിലേക്ക് അടുക്കി വയ്ക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. സരസ്വതി അവളുടെ സംസാരം കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവളെയും നോക്കി അങ്ങനെ തന്നെ നിന്നുപോയി. അമ്മയുടെ അവസ്ഥ അതാണ് മോളെ. അവനെ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി, എന്നും കുറ്റങ്ങളായിരിക്കും. സരസ്വതി സങ്കടത്തോടെ പറഞ്ഞു. അറിയാം അമ്മേ, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പൊയ്ക്കോളാൻ പറഞ്ഞത്. അമ്മ ഇനി ഇവിടെ നിന്നിട്ട് ഏട്ടനൊരു മുഷിച്ചിൽ വരണ്ട. എല്ലാം എടുത്തു വെച്ചെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവൾ ആ ബാഗ് പൂട്ടി കയ്യിലേക്കെടുത്തു. മോളെ, എന്നോട് പൊറുക്കിടി. അവർ കണ്ണു നിറച്ചുകൊണ്ട് മകളുടെ കയ്യിൽ കയറി പിടിച്ചു. അമ്മ സങ്കടപ്പെടാനോ കരയുവാനോ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. എനിക്കമ്മ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. മനസ്സ് വിങ്ങുന്നുണ്ടെങ്കിലും ദേവിക പുഞ്ചിരിക്കുവാനായി ശ്രമിച്ചു. മോൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാതിരുന്നൂടെ? അവരൊക്കെ വലിയ ആൾക്കാരാ. അവർ വിചാരിച്ചാൽ ആരെയെങ്കിലും കൂടെ നിർത്താൻ കിട്ടില്ലേ? മകളുടെ ദയനീയമായ അവസ്ഥ ഓർത്തപ്പോൾ സരസ്വതി പറഞ്ഞുപോയി. അതിനെനിക്ക് കഴിയില്ലമ്മേ. പാതിരാത്രി പെരുവഴിയിൽ മോളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഒരഭയം തന്നത് ഈ വീട്ടിലെ കാവുമ്പാട്ടമ്മയാ. അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നോക്കേണ്ട സാമാന്യ മര്യാദ എനിക്കില്ലേ? അവൾ തിരികെ ചോദിച്ചു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല മോളെ പറഞ്ഞ്. തത്തമ്മോളുടെ കാര്യം ഓർത്തപ്പോൾ പറഞ്ഞു പോയതാ. സരസ്വതി ഒട്ടൊരു വല്ലായ്മയോടെ അവളെ നോക്കി. അതൊന്നും സാരമില്ലമ്മേ. എൻ്റെ മോൾക്കിപ്പോൾ ഏതവസ്ഥയിൽ നിൽക്കാനറിയാം. അത് പറയുമ്പോൾ മാത്രം പെണ്ണിൻ്റെ ഒച്ച ചിലമ്പിച്ചിരുന്നു. അമ്മയോട് ദേഷ്യമൊന്നും തോന്നരുത്. ഞാൻ ഇറങ്ങുക. മോളെ നോക്കിക്കോണം. അതും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്നും ഇറങ്ങി. ഇനിയൊരു സംസാരത്തിന് മുതിരാതെ. മുത്തശ്ശി പോവാണോ? ഹാളിലിരുന്ന് ഫ്രൂട്ടിയോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന തത്തപ്പെണ്ണ് ഒരുങ്ങിയിറങ്ങിയ സരസ്വതിയെ കണ്ടപ്പോൾ ഒട്ടൊരു സങ്കടത്തോടെ തിരക്കി. പോവാ മോളെ, മുത്തശ്ശി ഇനിയും വരാവേ. ആ കുഞ്ഞി കവിളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് തനിക്ക് പിന്നിലായി അങ്ങോട്ടേക്ക് വന്ന ദേവികയോട് കണ്ണുകൾ കണ്ടവർ ആ യാത്ര ചൊറിച്ചു. ശേഷം ആ വീടിൻ്റെ പടികളിറങ്ങി. ദേവി ആ പോക്ക് അവർ ഗേറ്റും കടന്നു പോകുന്നത് വരെ നോക്കി നിന്നു.
ശേഷം തത്തയുടെ കൈയും പിടിച്ച് ആ വീട് പൂട്ടി കാവുമ്പാട്ടെ വീട്ടിലേക്ക് നടന്നു. ജാനകിയമ്മേ. തുറന്നു കിടക്കുന്ന മുൻവാതിലിലൂടെ അവൾ അകത്തേക്ക് കയറി. ആ മോള് വന്നോ? തുണിയൊക്കെ ഫോൺ ചെയ്തപ്പോഴേ ഞാൻ എടുത്തു വെച്ചിരുന്നു. ഏകദേശം ഒരു 50-55 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ അപ്പോഴേക്കും ഒരു ബാഗും കൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിരുന്നു. ഇങ്ങി തന്നേക്ക് ജാനിയമ്മേ. അവളത് കയ്യിലേക്ക് വാങ്ങി. രാധമ്മയ്ക്കും ആദിമോനും കഴിക്കാനുള്ള ചോറും കൂട്ടാനും ഒരു കവറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. തത്തയുടെ കയ്യിലിരിക്കുന്ന ഫ്രൂട്ടിയെ കയ്യിലേങ്ങി വാങ്ങിക്കൊണ്ടവർ പറഞ്ഞു. ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. എങ്ങനെയാ മോളെ പോണത്? ആരെയും വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ടോ? ഇല്ല ജാനിയമ്മേ, ഇവിടുത്തെ ആദി സാറ് പറഞ്ഞു വിട്ട വണ്ടി ഗേറ്റിന് പുറത്ത് വന്ന് കിടപ്പുണ്ട്. ഉമ്മറപ്പടികൾ ഇറങ്ങി മുറ്റക്കേക്ക് ഇറങ്ങുന്നതിനിടയിൽ ദേവിക വിളിച്ചു പറഞ്ഞു. മോളെ, രാത്രി കിടക്കാൻ വരണമെങ്കിൽ ഒന്ന് വിളിച്ചു പറയണേ, ഞാൻ വന്നേക്കാം. അവർ ഒരു വട്ടം കൂടി അവളെ ഓർമ്മിപ്പിച്ചു. ശരി ജാനിയമ്മേ, ഞാൻ പറഞ്ഞേക്കാം. അവൾ അവരെ തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം ഗേറ്റിനരികിലേക്ക് നടന്നു. ജാനിയമ്മയെ പറഞ്ഞു വിടാനല്ലേ ഞാൻ പോയത്. തത്തയുമായി ഹോസ്പിറ്റലിൽ നിൽക്കാൻ വന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിലും ആദ്യം അത് ഉള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് ദേവികയോട് ചോദിച്ചു. അത് പിന്നെ ജാനിയമ്മയ്ക്ക് വയ്യാത്ത അല്ലേ, പിടിച്ച് കിടത്താനും എണീപ്പിക്കാനും ഒക്കെ അവരെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റോ? കയ്യിലിരുന്ന ബാഗ് ടേബിളിൽ വെച്ചിട്ട് ഭവ്യതയോടെ അവൾ രാധയുടെ അരികിലേക്ക് നീങ്ങി നിന്നു. അവൻ്റെ നോട്ടമപ്പോൾ ദേവികയുടെ അരികിൽ പതുങ്ങി നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖത്തേക്കായിരുന്നു എന്നത് മറ്റൊരു സത്യം. ഇടയ്ക്കിടയ്ക്ക് സങ്കടത്തോടെ ആ കുഞ്ഞു രാധയെ ഒളിക്കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ആദിയുടെ സാമീപ്യത്തിൽ അവളൊന്ന് ഒതുങ്ങി നിന്നു. എങ്ങനെയുണ്ട് രാധമ്മേ? കണ്ണു തുറന്ന് അവളെ തന്നെ അമ്പരപ്പോടെ നോക്കിക്കിടന്ന രാധയോട് ദേവിക നിറപുഞ്ചിരിയോടെ തിരക്കി. മോൾ എന്തിനാ വന്നേ? ജാനകിയെ വിട്ടാൽ മതിയായിരുന്നല്ലോ, അതും മോളെയും കൂട്ടി. അവർ ചോദിച്ചതിന് ഉത്തരം പറയാതെ രാധ മറുചോദ്യം ചോദിക്കുകയാണ് ചെയ്തത്. അതൊന്നും സാരമില്ല രാധമ്മേ, എന്താണേലും വെക്കേഷനല്ലേ, വീട്ടിലാണേലും ഞങ്ങൾ രണ്ടുപേരും വെറുതെ ഇരിക്കുക. അവരുടെ കൈപ്പത്തിക്ക് മുകളിൽ തലോടിക്കൊണ്ട് ദേവിക വെറുതെ നിന്നു. പിന്നീട് അവളോട് രാധയൊന്നും സംസാരിക്കുവാൻ പോയില്ല. തത്തയും കൊണ്ടുള്ള ദേവികയുടെ വരവ് അവൾ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ആയിരുന്നുവെന്ന് അവർക്ക് തോന്നിയിരുന്നു. മുത്തശ്ശിയുടെ മോളിങ്ങി വായോ, എന്തായി അവിടെ പമ്മി നിൽക്കുന്നേ? നെറ്റി അനങ്ങുമ്പോൾ വേദന തോന്നുന്നുണ്ടായിരുന്നെങ്കിലും തത്തമോളെ കണ്ടതും അവർക്ക് അവളെ കൊഞ്ചിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. മുത്തശ്ശിക്ക് എന്തു പറ്റിയതാ? ദേവികയുടെ പിന്നിൽ പതുങ്ങി നിന്നവൾ ഒട്ടൊരു വല്ലായ്മയോടെ അവർക്കരികിലേക്ക് ചെന്ന് നിന്നു. അത് മുത്തശ്ശിയൊന്ന് വീണതല്ലേ? അവളുടെ കുഞ്ഞു കവളിൽ ഒന്ന് തലോടിയിട്ട് രാധ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഒത്തിരി ചോര വന്നോ? നെറ്റിയിൽ ചുറ്റിക്കെട്ടിയിരിക്കുന്ന വെള്ളത്തുണിയുടെ മുകളിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പനച്ചു നിൽക്കുന്ന ചുവപ്പ് കണ്ടതും കുഞ്ഞു കണ്ണുകൾ പൊടുന്നനെ ചുവന്ന് കലങ്ങി. ഏയ്, ഇച്ചിരിയേ പോയുള്ളല്ലോ. കുഞ്ഞിൻ്റെ മുഖം വാടിയത് കണ്ടതും രാധയുടെ ഉള്ളം എന്തിനോ വേണ്ടി തേങ്ങി. ഒത്തിരി നൊന്തോ? വീണ്ടും കുരുന്ന് ചോദിച്ചു. എൻ്റെ കുഞ്ഞിങ്ങി വന്നില്ലേ, ഇനി എൻ്റെ വേദനയൊക്കെ മാറിക്കോളും. ആവതില്ലെങ്കിലും തത്തയുടെ മുഖത്തെ സങ്കടം കാണാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് അവരവളെ ഇരു കണ്ണുകളും ഒന്ന് ചിമ്മിക്കാട്ടി. കുഞ്ഞിപ്പെണ്ണ് ബെഡിലെത്തി കുത്തി ചാഞ്ഞു നിന്നു. ശേഷം രാധയുടെ കവിളിൽ ഒരു അമർത്തി ഉമ്മ വെച്ചു. എൻ്റെ കുഞ്ഞിപ്പാറു. നിറഞ്ഞ കണ്ണുകളെ അവർ തൂത്തെറിഞ്ഞു. മുത്തശ്ശിക്ക് കഴിക്കാൻ ഞങ്ങൾ ചോറ് കൊണ്ടുവന്നല്ലോ, അവൾ വലിയ കാര്യം പോലെ പറഞ്ഞു. ആണോ? അവരും മുഖത്ത് അമ്പരപ്പ് നിറച്ചു ചോദിച്ചു. ആ, ജാനിമുത്തശ്ശി തന്നു വിട്ടതാ. കണ്ണൊക്കെ ഉരുട്ടി ചുണ്ടൊക്കെ കൂർപ്പിച്ചുകൊണ്ടവൾ വിശദീകരിച്ചു. മുത്തശ്ശി ഇച്ചിരി നേരം കൂടി കഴിഞ്ഞ് കഴിച്ചോളാവേ. അവരാ കുഞ്ഞിൻ്റെ താടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു. മുത്തശ്ശിക്ക് മാത്രമേ ഉള്ളോ? എനിക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നില്ല അല്ലേ? തത്തപ്പെണ്ണിൻ്റെ അമ്മയോടുള്ള സംസാരം കേട്ട് ആസ്വദിച്ചു കൊണ്ടിരുന്നവൻ പൊടുന്നനെ തത്തയെ നോക്കി പരിഭവപ്പെട്ടു. അത് കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്നുള്ള മഹർഷിയുടെ ചോദ്യം കേട്ട് ഒന്ന് പതറിയെങ്കിലും കുഞ്ഞി ചുണ്ടുകൾ പിളർത്തിക്കൊണ്ട് അവൻ ആദ്യം തലതിരിച്ചു നോക്കി. ആർക്ക്? പെണ്ണിൻ്റെ നോട്ടവും ഭാവവും സംസാരമൊക്കെ കണ്ണിൽ നിറച്ചു വെച്ചവൻ വീണ്ടും അവളെ നോക്കി പരിഭവത്തോടെ തിരുക്കി. അത് പിന്നെ മർഷിക്കാം. അറിയാതെ കുറുമ്പിയുടെ നാവിൽ നിന്നും തെറിച്ച മർഷി എന്ന വാക്ക് അവനിൽ നിറച്ച സന്തോഷം എത്രയെന്ന് പറയാൻ പറ്റുന്നതായിരുന്നു.
പറ്റുന്നതല്ലായിരുന്നു. എൻ്റെ തത്തമ്മേ. ആദിയുടെ വലം കൈ സ്വന്തം നെഞ്ചിനു മുകളിൽ അമർന്നു.